പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ നിത്യജീവിതത്തിലെ ആചാരങ്ങളും അതോടൊപ്പം തന്നെയുള്ള അന്ധവിശ്വാസങ്ങളെയും ചരിത്രപരമായുള്ള നിരീക്ഷണമാണ്. അത് നമുക്ക് അടുത്ത് ചോദിക്കാനുള്ളത് സാറേ, ഈ കണി കാണൽ എന്ന് പറയുന്നത് വളരെ വ്യാപകമായതാണ്. അപ്പോൾ വിഷു വരാൻ പോവുകയാണ്. ഈ കണി കാണൽ ഒരു ആചാരം പോലെ വയ്ക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് വിഷുവിനൊക്കെ ആണെങ്കിൽ ശ്രീകൃഷ്ണന്റെ പടമാണ് വയ്ക്കുന്നത്. ഈ നമ്മളെ കുട്ടിക്കാലത്ത്, നമ്മുടെയൊക്കെ കുട്ടിക്കാലഘട്ടത്തിലൊക്കെ എല്ലാ ദിവസവും കണി കാണൽ എന്നൊരു ആചാരം ഇന്ന് കണ്ട, അത് പ്രത്യേകിച്ച് ഇന്ന് കണ്ട ആ ദിവസം ഒരു മോശപ്പെട്ട ദിവസമാണെങ്കിൽ ഇന്ന് രാവിലെ കളി കണ്ടവന്റെ മണ്ടയിൽ വെക്കുന്ന അദ്ദേഹമാണ് കാരണക്കാരൻ, അല്ലെങ്കിൽ അവരാണ് കാരണക്കാരൻ എന്ന് പറയുന്നത്. അപ്പൊ കണി കാണൽ വലിയൊരു ആചാരമാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ, ഒരു 18-20 വയസ്സായ കുട്ടികൾക്കൊന്നും ഇതൊരു വിഷയമേ അല്ല. അവരെ മുമ്പ് ഇതിൽ പക്ഷെ ഇന്നും ആചാരം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ വിഷു എന്ന ഒരു പ്രക്രിയ, ആ സമയം, അതായത് അതൊരു വിളവെടുപ്പ് ഉത്സവമാണെന്നൊക്കെ രേഖപ്പെടുത്തെങ്കിൽ പോലും ഈ കണി കാണൽ വരുന്ന തലമുറ വീണ്ടും അതിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കണി കാണൽ അത് അതൊരു മത ആചാരം പോലെ കൊണ്ടുപോകുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ കണി കാണൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ നാട്ടുപുറത്തൊരു പ്രയോഗമുണ്ട്, അവനെ കണി കണ്ടാൽ കഞ്ഞിക്കരി കിട്ടൂല എന്നൊരു പ്രയോഗമാണ്. അപ്പൊ ചില ആളുകളെ നമ്മളിങ്ങനെ ചാപ്പ കുത്തി നിർത്തിയിട്ടുണ്ട്. അത് ജാതീയമായി കറുത്ത ആളുകൾ, അംഗവൈകല്യം വന്ന ആളുകൾ, ജാതിയിൽ കുറഞ്ഞവർ, ഇങ്ങനെ ഉള്ളവർ നമ്മൾ ചാപ്പ കുത്തി നിർത്തിയിട്ടുണ്ട്. അവനെ കണി കണ്ടാൽ കഞ്ഞിക്കരി കിട്ടൂല എന്നൊരു സങ്കല്പം, ആ ചൊല്ലുപോലെ ഇന്നും നാട്ടുമ്പുറങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ വേറൊരു എപ്പിസോഡ് സൂചിപ്പിച്ചതാണ്. അപ്പൊ ഇവിടെ ഈ വിഷു കണി വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതാണ്. നമുക്കൊക്കെ അറിയാവുന്ന കലണ്ടർ അതാണ്. ഒന്ന് നമ്മൾ പുതുവർഷം എന്ന് പറയുന്ന ക്രിസ്തുവർഷം, അല്ലെങ്കിൽ ക്രിസ്തുവർഷം എന്ന് പറയുന്ന പുതുവർഷം. രണ്ടാമത്തെ മലയാള വർഷം. മലയാള വർഷം ആരംഭിക്കുന്നത് ചിങ്ങം 1-നാണ്, മറ്റത് ജനുവരി 1-നുമാണ്. ഇനി മറ്റൊരു വർഷമുണ്ട്, പല വർഷങ്ങളുണ്ട്. പല വർഷമുണ്ട്. അല്ല, മലയാളത്തിൽ ഉപയോഗിക്കുന്ന വളരെ സജീവമായ ഒരു വർഷമാണ് ഞാറ്റുവേല. ഞാറ്റുവേല എന്ന് പറയുന്നത് ഞായർ എന്ന് പറഞ്ഞ സൂര്യൻ, ഞായറിന്റെ വേലയോ ഞായറിന്റെ നിലയോ ആവാൻ ഞാറ്റുവേലയായി മാറി. ഈ ഞാറ്റുവേല കലണ്ടർ ആരംഭിക്കുന്നത് മേടം 1-നാണ്. മേടം 1 എന്ന് പറയുന്നത് വിഷുവാണ്. വിഷു സംക്രമ ദിവസം മുതലാണ് ഈ ഞാറ്റുവേല കലണ്ടർ ആരംഭിക്കുന്നത്. ഈ ഞാറ്റുവേല കലണ്ടറിന് 27 മാസമാണ്. 27 നക്ഷത്രങ്ങളാണ്. അപ്പൊ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ 27 മാസങ്ങളായി സങ്കല്പിക്കുകയും ഒരു മാസത്തിന് ശരാശരി 13 ദിവസം വരും. അപ്പൊ ഈ കലണ്ടറിന്റെ ഇത് നമ്മുടെ കാലഗണനയ്ക്ക് വേണ്ടിയുള്ള കലണ്ടർ അല്ല, ഇത് കൃഷിഗണനയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇതിനെക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് കൃഷിഗീത. നമ്പൂതിരിമാര് ഭൂമിയിലിറങ്ങി ജോലി ചെയ്യില്ലെങ്കിലും അവരതിനു വേണ്ടി ഒരുപാട് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് കൃഷിഗീത. നമ്പൂതിരിമാരാരോ എഴുതിയ, മഴമംഗലം നമ്പൂതിരി എന്നാ പറയപ്പെടുന്ന, കൃത്യതയില്ല, പക്ഷെ അവരാരോ എഴുതിയാണ്. ഈ കൃഷിഗീതയിലാണ് ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃഷി ദേവതയെ, കൃഷിക്കൊരു ദേവനുണ്ട്, അറിയാമോ? അതെന്ന് പറയുന്നത് ബലരാമനാണ്. ബലരാമനെ ആണ് കൃഷിദേവനായിട്ട്, കലായുധൻ എന്നൊക്കെ പറയും. അപ്പൊ ഈ കൃഷിയുടെ ദേവനെ വരവേൽക്കലാണ് യഥാർത്ഥം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടെന്ന് പറഞ്ഞാൽ കാർഷിക വിഭവങ്ങളാണ് അന്ന് വയ്ക്കുന്നത്, കാർഷിക വിഭവം. പിന്നെ ഈ അടുത്ത കാലത്താണ് ഈ സ്വർണം വയ്ക്കുക, അതിന്റെ കൂടെ സ്വർണ്ണ നിറമുള്ള നേരിയത് വയ്ക്കുക, നാണയങ്ങൾ വയ്ക്കുന്നതൊക്കെ അതിനുശേഷമാണ്. യഥാർത്ഥത്തിൽ ഈ കാർഷിക വിഭവങ്ങൾ വെച്ചുകൊണ്ട് കൃഷിദേവനെ വരവേൽക്കുക എന്നുള്ളതാണ്, ബലരാമനെ വരവേൽക്കുക എന്നുള്ളതാണ്. പക്ഷെ ബലരാമൻ ഇത്തിരി കള്ളു കുടിക്കുന്ന ആളാണ്. പുരാണങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, അദ്ദേഹം മദ്യപിക്കുന്ന ഒരാളൊക്കെ ആയിരുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് പകരം കൃഷ്ണനെ കൊണ്ടുവച്ചു. അദ്ദേഹത്തിന് അനുജനായ കൃഷ്ണനെ വെച്ചു. ബലരാമന്റെ അനിയനാണല്ലോ കൃഷ്ണൻ. അങ്ങനെയാണ് കൃഷ്ണൻ ഇതിനകത്ത് വന്നത്. കൃഷ്ണൻ മാന്യനാണ്. കൃഷ്ണൻ മാന്യനും മറ്റേ എല്ലായിടത്തും കൂടും, കൃഷ്ണൻ എല്ലായിടത്തും കൂടും. ഇതാണ്. അപ്പൊ അങ്ങനെയാണ് കൃഷ്ണൻ ഇതിനകത്ത് വരുന്നത്. ഇനി ഇത് കാഴ്ച കാണുന്നത് എന്ന് പറയുന്നത് അതിനകത്ത് അല്പ ചരിത്രമുണ്ട്. അത് കാണാതിരുന്നുകൂടാ. കാരണം മനുഷ്യനെ എല്ലാ കാലത്തും, മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം വിശപ്പ് എന്നാണ് പറഞ്ഞു വെച്ചത്. എനിക്ക് അതിനോട് യോജിപ്പില്ല. കാര്യം വിശപ്പില്ലാത്തൊരു ദിവസം നമുക്ക് ചിന്തിക്കാൻ പറ്റും.
വിശപ്പില്ലാത്ത ദിവസം ചിന്തിക്കാൻ കഴിയില്ല. അത് അപ്പോൾ ഇതിന് പരിഹാരം കാണുക എന്ന് പറയുന്നതാണ് ഉത്തമമായ ഒരു ഭരണാധികാരിയുടെ ചുമതല എന്ന്. അപ്പൊ കൃഷ്ണൻ എന്ന് പറയുന്ന സങ്കല്പം ഒരു ഉത്തമ ഭരണാധികാരിയാണ് എന്നും അപ്പോൾ മനുഷ്യന് ഭക്ഷണം കൊടുക്കലാണ്, പ്രജകൾക്ക് ഭക്ഷണം കൊടുക്കലാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പമെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന് സങ്കല്പിക്കുന്ന വിഭവങ്ങളെയും കണി കണ്ട് ഉണരുക എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ള നമ്മുടെ സമ്പൽ സമൃദ്ധിയുടെ പ്രതീകം എന്നാണ് ഇതിന്റെ പിന്നിലുള്ള സങ്കല്പം. ഇതാണ് കൃഷിഗീതയിൽ പറയുന്നത്. അതിന്റെ കൂടെ കൃഷ്ണന്റെ പ്രതിമയും ഈ നേരിയത് വയ്ക്കലും പണം വയ്ക്കലും എല്ലാം പിൽക്കാലത്ത് ഇവിടുത്തെ പൗരോഹിത്യ വർഗം അടിച്ചേൽപ്പിച്ച അനാചാരങ്ങൾ. അപ്പോൾ മൊത്തത്തിൽ ഈ വിഷു എന്ന് പറയുന്നത് ഒരു കാർഷിക കലണ്ടറിന്റെ തുടക്കമാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അതിന്റെ പിന്നിലുള്ള സങ്കല്പം കാർഷിക സങ്കല്പമാണ്. അത് ബ്രാഹ്മണ്യത്തിൻ്റെതല്ല, അത് അധ്വാനിക്കുന്ന വർഗത്തിൻ്റെതാണ്. അതിന്റെ വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ അധ്വാനിക്കുന്ന വർഗം ഇത് ആചരിക്കാറില്ല ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം. ഇപ്പൊ ഈ ആചാരം വാസ്തവം പറഞ്ഞ ഒരു മത ആചാരം അമ്പലവൽക്കരിക്കപ്പെട്ടു. മതം എന്നുള്ളതിനേക്കാളേറെ അത് അമ്പലവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ഹൈന്ദവ ആചാരമായി അങ്ങനെ. അപ്പൊ ഇതിനകത്ത് വേറൊരു മണ്ടത്തരമുണ്ട് ഇതിനകത്ത്. അപ്പൊ നമ്മൾ കാലത്തെ എണീറ്റ് കണ്ണ് തുറന്ന് കാണുന്നത് നിലവിളക്കും അതിന്റെ മുകളിലുള്ള ബിംബവും ഈ കാർഷിക വിഭവങ്ങളുമാണ് കാണേണ്ടത്, ആചാരപരമായി കാണേണ്ടത്. പക്ഷെ നമ്മൾ അമ്പലത്തിൽ അതല്ല. ഞാൻ കാലത്ത് കഴിച്ച് കുളിച്ച് പൊട്ടുകൊട്ട് കുറിയും തൊട്ട് നാട്ടുകാരെ എല്ലാം കണ്ട് ആളുകൾ മലമൂത്ര വിസർജനം ചെയ്യുന്നത് കണ്ടിട്ടാണ് ഈ കണി കാണാൻ പോണ അമ്പലത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് അതിന്റെ വിരോധാഭാസമാണ്. അപ്പൊ അതിന്റെ പൂജാരിയാണ്. അതെ. അപ്പൊ വസ്ത്രമില്ലാത്ത അയാളെ ശരീരം നമ്മൾ കാണണം, അത് കൂട്ടത്തിൽ ഇതും കാണണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരുപാട് വിരോധാഭാസങ്ങൾ ഉള്ളതാണ്. അല്ല, ഈ കണി കാണൽ ഒരു വിശ്വാസം, അത്രേ ഉള്ളൂ. ഒരു വിശ്വാസം എന്നുള്ളതേ ഉള്ളൂ. അതിന് ഈ ശാസ്ത്രീയമായൊരു അടിസ്ഥാനമില്ല, ഭൗതികമായ. നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഈ ഒരു ആചാരം സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അത് ഐശ്വര്യത്തിന്റെ ഭാഗമെന്നാണ്. അത് നമ്മുടെ ഇന്നത്തെ കണി കണ്ട സിനിമയിലൊക്കെ കയറി വന്നിട്ടുണ്ട്. അല്ല, തറവാടിത്തത്തിന്റെ ഭാഗമായി കാണുന്നവരുണ്ട്. അപ്പൊ തറവാടിത്തമാണ് ഉന്നത കുല ജാതർക്ക് അവരുടെ ആധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു സമ്പ്രദായമായി ഇതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അത് അമ്പലക്കാർ ദത്തെടുത്തിട്ടുണ്ട്. അമ്പലമായി ഇതിന് യാതൊരു ബന്ധവുമില്ലാത്ത. ഓക്കെ.